എല്ലാരും ഭൂമിപൂജയ്ക്ക് പോയിരിക്കൽ. പ്രതാപ, നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഒരു പക്ഷേ പാർവതിക്ക് വിരലടയാളം ഇതിനിടെ കിട്ടിയാൽ എന്തു ചെയ്യും? അതവളുടെ കയ്യിൽ കിട്ടിയ നമ്മുടെ ജീവിതം ഒന്നാകെ തകർന്നു പോകാൻ തന്നെ ഒരു മണിക്കൂറെന്നല്ല, ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല. അഴിയെണ്ണേണ്ടി വരും, നീയും ഞാനും കൂടെ ചേർന്ന്. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. അവൾക്ക് ഗായത്രി ദേവിയുടെ വിരലടയാളം കിട്ടിയാലും ഇല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തെളിവുകളും നശിപ്പിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. നീ കിടക്കാൻ പോയതിനു ശേഷവും രാത്രി ഏറെ വൈകിയും ഞാൻ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു സൂചന പോലും കിട്ടിയില്ല. ഇനിയും ആകെ 1 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും അമ്മയുടെ വിരലടയാളം കണ്ടെത്തണം. നീ കണ്ടില്ലേ, ഞാനിന്നലെ എനിക്ക് പറ്റാവുന്നിടത്തൊക്കെ തിരഞ്ഞു നോക്കി. ഇവിടെ ഉണ്ടായിരുന്ന സകല ഡോക്യുമെന്റുകളും തെരഞ്ഞു. അതിലെവിടെയും അമ്മയുടെ വിരലടയാളം ഞാൻ കണ്ടില്ല. ഇവിടെ നിന്ന് ആ വിരലടയാളം കണ്ടെത്താൻ നമുക്ക് കഴിയോ? ഈ തെരച്ചിൽ വെറുതെ ആവോ പാർവതി? വിരലടയാളം കണ്ടെത്താൻ നിനക്ക് വേറെന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എന്ത് ഐഡിയ? ഞാൻ ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിൽ തെളിയുന്നില്ല. ഏതായാലും ഇനിയും വിരലടയാളം കണ്ടെത്താതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത് കിട്ടും. അങ്ങനെ തന്നെയാ എന്റെ മനസ്സും പറയുന്നത്. വാ, നമുക്ക് വേഗം തിരയാം. വാ. നമുക്ക് പോയാലോ? അല്ല, എവിടെ പാർവതി? എന്താ പാർവതി വരുന്നില്ലേ? അവള് കുറച്ച് കഴിഞ്ഞിട്ട് വരും. നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലാം. നമ്മൾ പോയിട്ട് വേണം അവിടെ ഭൂമി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ. അത് വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ചുപേര് നിപ്പുണ്ട്. പ്രഭാവതിയും വന്നില്ലല്ലോ. അമ്മയും പിന്നീട് വരുമെന്നാ പറഞ്ഞത്. അമ്മയും അങ്കിളും കൂടി വന്നോളൂ. ആ ശരി, സമയം വൈകുന്നു. നമുക്ക് പോവാം. ദൈവമേ, പ്രതീക്ഷ മുഴുവനും
പാഴായി പോയല്ലോ. അമ്മയുടെ വിരലടയാളം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് ശേഖരമുത്തശ്ശനാ. അതിന്റെ അടിസ്ഥാനത്തിലാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഈ വീട്ടിലെ സകല സ്ഥലത്തും വിരലടയാളം തിരഞ്ഞു. ഇനി തിരയാൻ ഒരിടം പോലും ബാക്കിയില്ല. ശേഖരമുത്തശ്ശൻ വെറും വാക്ക് പറഞ്ഞതാണോ? മുത്തശ്ശൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ വന്നിട്ടും അമ്മ എനിക്ക് ദർശനം നൽകിയിട്ടും ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും എന്തുകൊണ്ടാ അമ്മയുടെ കൈരേഖകൾ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല? എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം? ഇനി കുറച്ചു സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ ഞങ്ങൾ മടങ്ങും. അതിനുള്ളിൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിൽ വിരലടയാളം കിട്ടിയാൽ നന്നായിരുന്നു. അതെങ്ങനെയും കിട്ടണം. വിരലടയാളം ഉപയോഗിച്ച് ആ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും വഴി തെളിഞ്ഞോ? ഒരു വഴി കിട്ടിയിട്ടുണ്ട്. ശരിക്കും? അതെ, അത് ഞാൻ കാണിച്ചു തരാം.
നിന്നെക്കുറിച്ച് ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു എനിക്ക്. നിന്റെ വളർച്ച, നിന്റെ കുടുംബം, ഭാര്യയും കുട്ടികളും ഒപ്പമുള്ള നിന്റെ ജീവിതം, എല്ലാത്തിനും സാക്ഷിയായി ഒരു 100 കൊല്ലമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കണമെന്നാ ഞാൻ ആശിച്ചിരുന്നത്. 100 കൊല്ലം അതിമോഹമാണെങ്കിലും ഇത്ര പെട്ടെന്ന് അമ്മ. വിശാലേ, ഏത് നിമിഷവും ഞാൻ മരിക്കും. എന്റെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം ഇപ്പൊ നീ അറിയില്ല. പക്ഷെ നീ അതറിയണം. അതിനു വേണ്ടിയാ ഞാനത് റെക്കോർഡ് ചെയ്തത്. എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് അവളാ, പ്രഭാവതി. ആ പിശാചി. മോനെ, അവള് നിന്നെയും ഒരു ദിവസം കൊല്ലും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. ഞാൻ പോവാ. അടുത്ത ജന്മത്തിൽ തീർച്ചയായും നമുക്ക് കാണാം. എന്റെ പുനർജന്മത്തിൽ ഞാൻ നിന്റെ ഭാര്യയുടെ വയറ്റിൽ നിങ്ങളുടെ മകളായി ജനിക്കും. വർഷങ്ങളോളം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും. മോനെ, എന്റെ പൊന്നു മോനെ, വിശാലേ, വിശാലേ, അമ്മ, മോനെ, മോനെ, അയ്യോ, ഇതെല്ലാം എത്ര പെട്ടെന്ന് വിഷ്ണു സാറിനെ അറിയിക്കണം. ആരാ വാതിൽ പൂട്ടിയത്? വിളിക്കുന്നു. പ്രതാപ, വാ. ആരാ വാതിൽ പൂട്ടിയത്? ചേച്ചി നിക്ക്, ഞാൻ പൊക്കണം. അവിടെ നിക്ക്. തുറക്കാൻ, തുറക്ക്. തുറക്ക്. ആരാത്? എടാ, അവളുടെ കഥ കഴിഞ്ഞടാ. അയ്യോ, അയ്യോ.
തീപിടുത്തത്തില് അവള് ചത്തുപോയെന്ന് എല്ലാവരും കരുതിക്കൊള്ളും. നീ വാ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ. പാർവതി എവിടെ? പാർവതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വിളക്ക് കൊളുത്തി പൂജ ആരംഭിക്കാം. പാർവതി ഇപ്പൊ എത്തും. വൈകിയാൽ മുഹൂർത്തം തെറ്റും. ഏട്ടാ, പാർവതി ഒന്ന് വിളിച്ചു നോക്ക്. ആ. അളിയ, പാർവതി എവിടെ? അവള് വന്നില്ലേ? അല്ല, അപ്പോ അവളിവിടെ എത്തിയില്ലേ? ഞാൻ കരുതിയത് അവള് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടാവുന്നാ. അവളെന്താ വരാത്തത്? അവള് അമ്മയോടോ അങ്കിളിനോടോ ഒപ്പം വരാന്നാ പറഞ്ഞത്. അയ്യോ, അല്ല, ഞങ്ങള് കണ്ടില്ല അല്ലേ ചേച്ചി? ആ കണ്ടില്ലല്ലോ. ചേടാ, പാർവതി ഇനി എങ്ങനെ വരും? ഷോ, അവള് വരാതെ എങ്ങനെ വിളക്ക് കൊളുത്തും? അമ്മയങ്കിൾ ഇങ്ങോട്ട് പോകുന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആ, എടാ, അവക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ അവള് നേരത്തെ വരത്തില്ലായിരുന്നോ? ഇനിയിപ്പൊ നീ പോയിട്ട് എപ്പോഴാ അവളെ വിളിച്ചോണ്ട് വരുന്നേ? അവള് വരുമ്പോഴേക്ക് മുഹൂർത്തം കഴിയും. മോനെ, നീ തന്നെ വിളക്ക് കൊളുത്ത്, അതല്ലേ നല്ലത്. ഏയ്, അതൊന്നും ശരിയാവില്ല. പാർവതിയുടെ ആഗ്രഹപ്രകാരമാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അമ്മയുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ആർച്ച വേണമെന്ന് അവളല്ലേ പറഞ്ഞത്? അവളുടെ താല്പര്യപ്രകാരമല്ലേ നമ്മള് ഇപ്പൊ ഇവിടെ ഭൂമി പൂജ നടത്തുന്നത്. അപ്പോ പാർവതി തന്നെ വിളക്ക് കൊളുത്തണം. അവളെ ഒഴിവാക്കിക്കൊണ്ട് പൂജ നടത്തുന്നൊന്നും ശരിയല്ല. ഞാൻ വേഗം പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഞാൻ ഇപ്പൊ വരാച്ച. ആ, ഇപ്പൊ വരാം, പോയിട്ട് വരാം. ചേച്ചി, അവൻ പോയാ? ചേച്ചി, ഇവൻ പോയ അവളെ രക്ഷപ്പെടുത്തു. അവളിപ്പൊ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ടാവും. ഇവൻ രക്ഷപ്പെടുത്താൻ ചെന്നാലേ അവനും ഭസ്മമാവും.